അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, കാലങ്ങളായി ജയിലറയ്ക്കുള്ളിൽ അകാരണമായി അടയ്ക്കപ്പെട്ട അബ്ദുൽ നാസർ മഅദനി എന്ന വ്യക്തിയെ അല്ല അടയ്ക്കാൻ ശ്രമിച്ചത്, സത്യത്തെയാണ്. ഒരു മതത്തിന്റെ വക്താവിനെയാണ്, ഒരു വിശ്വാസത്തിന്റെ ഭാഗത്തെയാണ് ഇരുമ്പഴിക്കുള്ളിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചത്. പക്ഷേ ഇവിടെ മഅദനിയെ പോലെയുള്ള 1000 വിശ്വാസികളെ ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടാലും മതം എന്ന സത്യം, മതം എന്ന വിശ്വാസം ഒരിക്കലും അടയ്ക്കാൻ കഴിയുകയില്ല. ഇതിനു മുമ്പും ആയിരക്കണക്കിന് വിശ്വാസികളെ തുറുങ്കിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. പൂർവോപരി വജ്രത്തിളക്കത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് വരികയായിരുന്നു അന്നും ഇസ്ലാം മതം. ഇന്നും തദൈവ. ലോകത്തിന്റെ കോണുകൾ പരിശോധിച്ചാൽ, പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, സത്യം അത് തന്നെയാണ് അവസാന വിജയം എന്ന് മനസ്സിലാക്കി ഇസ്ലാം ആശ്ലേഷിക്കുന്ന ആനന്ദകരമായ കാഴ്ചകൾ കാണാൻ കഴിയും. ഇവിടെ അബ്ദുൽ നാസർ മഅദനിയുടെ ഈ വർഷത്തെ പെരുന്നാളും ആ സാധുവായ മനുഷ്യൻ ഒരു മാംസക്കഷണം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് 110 കിലോ ഭാരമുണ്ടായിരുന്ന വർണ്ണ കോമളമായ ശരീരത്തിന്റെ ഉടമയും ആകാര ഭംഗിയോടെയുള്ള നല്ല കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുടെ ഉടമയുമായിരുന്ന അബ്ദുൽ നാസർ മഅദനി, അദ്ദേഹം അന്ന് സംസാരിച്ചത് മുസ്ലിമിന് വേണ്ടിയല്ല, ഹിന്ദുവിന് വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടിയായിരുന്നു. മഅദനിയുടെ വാക്കുകൾ ഇന്നും നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. അബ്ദുൽ നാസർ മഅദനി സംസാരിച്ചത് അഗസ്ത്യ വിഭാഗം, അവർണന് മോചനം, ഇങ്ങനെ പിന്തള്ളപ്പെട്ട, മാറി നിൽക്കണം എന്ന് ഇവിടുത്തെ സവർണന്മാർ എടുത്ത നിലപാടുകൾക്ക് എതിരെ അവർണ അധികാരം ലഭിക്കണം. അവിടെ മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല. അത് മുസ്ലിം, ഹിന്ദു, ക്രിസ്തു, ഏതു മതത്തിൽപ്പെട്ടവനായാലും അവനെ മനുഷ്യനായി കാണുകയും അവകാശങ്ങൾ നൽകുകയും ചെയ്യണം എന്നാണ് അബ്ദുൽ നാസർ മഅദനി അദ്ദേഹത്തിന്റെ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത്. പക്ഷേ സംസാരത്തിന്റെ തീവ്രതയിലുള്ള, ഒരുപക്ഷെ അദ്ദേഹത്തെ ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. ആ ആവേശത്തോടുകൂടിയുള്ള പ്രകടനം അല്ല ശത്രുക്കളെ കോപത്തിലെത്തിച്ചത്. അതൊരു മുസ്ലിം ആണ് എന്നതിന്, അതാണ് യഥാർത്ഥ കാരണം. ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്നും വന്നതാണ്. ഇവിടെ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് മത നേതാക്കളും മതവിഭാഗങ്ങളും സംഘടനകളും പോഷകങ്ങളും ഒക്കെ ഉണ്ട്. ഈ അബ്ദുൽ നാസർ മഅദനി എന്ന മനുഷ്യ സ്നേഹിയെ, ഒരു പണ്ഡിതൻ എന്നതിലുപരി അദ്ദേഹത്തിന്റെ സിംഹഭാഗം, ജീവിതത്തിന്റെ സിംഹഭാഗം ഇരുമ്പഴിക്കുള്ളിൽ അടയ്ക്കപ്പെട്ടപ്പോഴും അദ്ദേഹം ദയനീയമായി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്റെ തെറ്റൊന്ന് തെളിയിക്കൂ. അദ്ദേഹം മാത്രമല്ല, ലോകം മുഴുവനും ചോദിച്ചു, അദ്ദേഹത്തിന്റെ തെറ്റ് ഒന്ന് തെളിയിക്കൂ. തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇന്ത്യയുടെ
നിയമപ്രകാരം നിയമം അനുശാസിക്കുന്ന ഭരണഘടന അനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കൽ നിർബന്ധമാണ്. അത് ഏറ്റുവാങ്ങാൻ അബ്ദുൽ നാസർ മഅദനിയും തയ്യാറാണ്. പക്ഷേ ഇന്നോളം ആ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. ഇത് ഞാൻ പറയുമ്പോൾ സഹോദരങ്ങള്, ഹൈന്ദവ സഹോദരങ്ങൾ ചിന്തിക്കേണ്ടത്, ഇത് മഅദനി എന്ന ഒരു മുസ്ലിം വ്യക്തിക്ക് വേണ്ടിയുള്ള വാചാല കസർത്തല്ല. ഇവിടെ സവർണ വിഭാഗത്തിന്റെ മേൽക്കോയ്മ അത് ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കണം എന്നതാണ്. ജനങ്ങൾ എന്നതിലുപരി ഹൈന്ദവരിൽ, ഹിന്ദുക്കളിലുള്ള സാധുക്കളായ ആളുകളുണ്ട്. അവർ സവർണരുടെ മേലാളന്മാർ ആകാൻ പാടില്ല. ഈ ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. ആയതുകൊണ്ട് കേരളം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതുപോലെയുള്ള വിഭാഗീയതയും തമ്മിലടിപ്പിക്കലും ആണ് എന്ന് തിരിച്ചറിവ് വരുമ്പോൾ നമുക്ക് മനുഷ്യൻ എന്താണ്, മതം എന്താണെന്നുള്ള തിരിച്ചറിവും ബോധവും ഉണ്ടാകും. ഏതായിരുന്നാലും നന്മ പറ്റാത്ത മനുഷ്യ മനസ്സുകളിലേക്ക് മഅദനി എന്ന ആ മഹാവിപ്ലവകാരിയുടെ ജീവിതവും ആ ദർശനവും നമ്മുടെ മനസ്സുകളിലേക്ക് നാം വളർത്തിയെടുത്ത് ഒരിക്കലും ഒരു മതത്തിന് വേണ്ടിയുള്ള സംസാരമാകുകയോ ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ള സംസാരമാകുകയോ ആകാൻ പാടില്ല എന്ന ബോധത്തോടു കൂടി കേരളം എന്ന മതത്തിന് പുറമെ, മതത്തിന് അതീതമായി മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹത്തെ വാർത്തെടുക്കുവാൻ നാം എല്ലാവരും തയ്യാറാകണം എന്ന വലിയൊരു പാഠവുമാണ് മഅദനിയിൽ നിന്നും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏതായിരുന്നാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ സാധുവായ മഅദനിക്ക്, അദ്ദേഹത്തിന് നീതി നമ്മുടെ ഭരണഘടനയിൽ നിന്നും നൽകട്ടെ, അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാഖിർ ദഅവാന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.